ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ എല്ലാവർക്കും ഒരു പരാതിയാണ്. ചേച്ചി ഒരു സംരംഭം തുടങ്ങി, ചേച്ചിയുടെ കാര്യം നോക്കിപ്പോയി. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉപകാരവും ഇല്ലല്ലോ ചേച്ചി എന്തുകൊണ്ട് ചെറിയ ടിപ്പുകൾ പറഞ്ഞു തരുന്നില്ല? ആ ടിപ്പുകളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് പ്രയോജനമായിരുന്നു. അല്ല, ചേച്ചി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെയാകട്ടോ ഞങ്ങൾക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു മെസ്സേജ് ഇട്ടിരുന്നു. അതിൻ്റെ ഒരു കാര്യം നിങ്ങളോട് പറയേണ്ട, അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഇന്നിപ്പം പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ഒരു ഫാമിലി വിളിച്ചിട്ട് പറഞ്ഞു അവരൊരുപാട് നാളായിട്ടൊരു വീട് പണി തുടങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നെന്ന് പറഞ്ഞു, കയ്യിൽ പൈസയൊക്കെ. അപ്പോൾ എന്തുകൊണ്ടോ അങ്ങ് നീണ്ടു പോയി. അത് കഴിഞ്ഞ ഇടയ്ക്ക് പെരപണി തുടങ്ങി ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേന്, ഈ 3 മാസത്തിനുള്ളിൽ അവരുടെ വീട്ടിൽ 2 മരണം നടന്നു. ഒന്നൊരു സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നു, ഒന്ന് രോഗാവസ്ഥയിലിരുന്നതായിരുന്നു. എങ്കിൽ പോലും ഇത് പണി തുടങ്ങിയ പിന്നെയാണ് ഇവർക്കിതുണ്ടായത്. അതുപോലെ തന്നെ വലിയ ഓമനിച്ച് വളർത്തിയ ആ പട്ടി ഒരു ദിവസം രാവിലെ നേരം വെളുത്തി ഒരു കതവ് തുറന്നു നോക്കുമ്പോൾ വാതൊക്കെ തന്നെ വന്ന് ചത്ത് കിടക്കുവാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പൂച്ച പ്രസവിച്ചിട്ട് തള്ളയും കുഞ്ഞും എല്ലാം കൂടെ പോയി എന്ന് പറഞ്ഞു. ചേച്ചി, ഇതൊക്കെ ഞങ്ങളുടെ വീട് പണിയുടെ ദോഷത്തിൽപ്പെട്ട കാര്യമാണോ എന്നും ചോദിച്ച് എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നു. അതാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നോട്ട് വരുന്നത്. ഇപ്പം വീട് പണി ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, എന്ത് നല്ല കാര്യമായിക്കോട്ടെ, ആ നല്ല കാര്യത്തിന് ഒരു തടസ്സം എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അപ്പോഴത് തുടങ്ങാതെ കുറച്ചൊരു സമയം പെൻഡിങ്, അല്ലെ കുറച്ച് ദിവസം, അല്ലെ കുറച്ച് മാസം നമ്മളത് മാറ്റി വയ്ക്കണം. അല്ലാതെ ഇത് തന്നെയല്ല അവഗണിച്ചിട്ട് ഇതൊന്നും എനിക്കൊരു വിശ്വാസം ഇല്ല എന്ന മട്ടിൽ നിങ്ങളിത് കൈകാര്യം ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ നമുക്കുണ്ടാകും. അപ്പം നിങ്ങൾ പറയും ദൈവത്തിന് അറിയത്തില്ലേ, ജനിച്ചു കഴിയുമ്പം അത് മരിക്കാനൊരു സമയമുണ്ട്. അപ്പം മരണവും ജനനവും സത്യമാണ്. അപ്പോൾ ആ മരിക്കുന്ന സമയത്ത് മരിച്ചിരിക്കുമെന്ന് എല്ലാവരും പറയും. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണെന്ന്. പക്ഷേ എന്നാലും ചില വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ഇതൊക്കെ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പെരമണിയിൽ എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടായിട്ടായിരിക്കും എന്ന് പറയും നമ്മളിത്. അതുപോലെ തന്നെ ഒരു പുതിയ വണ്ടി എടുത്തു, ബൈക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒറ്റയിലൊരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. സ്ഥലം ഞാൻ വിട്ടുപോയി, നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടിയ വണ്ടി വഴക്ക് പിടിച്ച് മേടിച്ചാണ് ആ പയ്യൻ 8-8.5 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച ബൈക്കാണ്. അപ്പം ഇവൻ ഈ ബൈക്ക് ഓടിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മയും അച്ഛനെയും അനിയൻ്റെ മോള്, അതായത് അവൻ്റെ പെങ്ങളായിട്ടൊരു അപ്പൻ്റെ, അവരെയും കാണിക്കാൻ വേണ്ടി ഇവൻ ഷോ ഇറക്കി കാണിച്ച് വണ്ടി ഓടിച്ചു, ബൈക്ക് ഓടിച്ചോണ്ട് പോയി ഇതിൻ്റെ ഫ്രണ്ട് വീൽ ഇങ്ങനെ മേളിലോട്ട് പൊക്കി താഴോട്ട് താത്തി ഷോ കാണിച്ച്. ആ ഷോ കാണിച്ച് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. 1.5 മാസത്തേക്കുള്ളായിട്ടുള്ള ഒറ്റ ഇടിയായിരുന്നു പോസ്റ്റിൻ്റെ. ആ പോസ്റ്റയിൽ ഇടിച്ചതോടുകൂടി വണ്ടി 2-3 കഷ്ണമായി. പയ്യന്റെ പെടലി മുറിഞ്ഞു പോയി, അവിടെ തീർന്നു. അതാണ് പറയുന്നത്, നമുക്ക് ഷോ അല്ല ജീവിതം എപ്പോഴും ജീവിതമാണ്. ജീവൻ തിരിച്ചു പിടിക്കാൻ ആരെ കൊണ്ട് സാധ്യമാകുന്ന കാര്യമല്ല. അതും നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ അകത്തും കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോഴും നമ്മളൊന്ന് സമയം നോക്കുന്നതല്ല. വണ്ടി ആയിക്കോട്ടെ, സൈക്കിൾ ആയിക്കോട്ടെ, കാറോ ബസ്സോ വണ്ടി ഇപ്പം ഏതും ആയിക്കോട്ടെ, അതിനൊരു സമയമുണ്ട്. അതുപോലെ തന്നെ ചില പട്ടിക്കുഞ്ഞുങ്ങൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ഒരു കാലനായിട്ട് മാറാം. ആ പട്ടി വന്ന് കയറി ഇത്ര ദിവസം അല്ലെ മാസത്തിനൊരു മരണം നടന്നല്ല, ആ പട്ടി അവിടെ ശുഭമല്ല. ആ സമയത്ത് പൂച്ചയ്ക്ക് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല കേട്ടോ. ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറയല്ലേ, 4 അല്ലെ കോഴി, ഇരുകാലികൾ, ഇതൊക്കെ മരിക്കുന്ന മുമ്പ് നമ്മൾ പറയും, വീട്ടിലുള്ള ആരും പോകേണ്ട സമയത്താകട്ടോ അതിൻ്റെ ജീവൻ അങ്ങ് എടുത്തേന്ന് നമ്മൾ പറയാറുണ്ട്. അതും സത്യമാണ്. നമുക്ക് വരാനുള്ളതായിരിക്കും ചിലപ്പം ഇതുങ്ങൾക്ക് വന്നു പോകുന്നത്. നമ്മൾ പറയില്ലേ, കണ്ണെ കൊള്ളാനുള്ളത് പിരികത്തെ കൊണ്ടങ്ങ് പോയി എന്ന് നമ്മൾ പറയും. അതൊക്കെ ഇതിനൊരു ഉദാഹരണം. വിശ്വസിക്കുന്നവർക്കെല്ലാം വിശ്വാസമില്ലാത്തവർക്ക് ഇതൊന്നും വിശ്വാസമല്ല. എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ, ഇപ്പോൾ ഒരു വണ്ടി എടുത്തോട്ടെ, ഒരു വീട് പണി തുടങ്ങിക്കോട്ടെ, അതിന് എൻ്റെ വല്യച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടിപ്പുണ്ടായിരുന്നു. ചെറിയൊരു കാര്യമാണ്, നിങ്ങൾക്ക് 1 രൂപയുടെ പോലും കാശ് മുടക്കില്ലാത്ത കാര്യം പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഒരു പുതിയ വണ്ടി അല്ലെ കാറ്, ബൈക്ക്, എന്തും ആയിക്കോട്ടെ എന്ന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വല്യച്ഛനെ ആശ്രയിക്കാൻ വരുമ്പോൾ, അച്ഛൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വലിയ കാര്യങ്ങളൊന്നും പുള്ളി പിന്നെ കൈവിട്ട ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. അതും നിർവാഹമില്ലാതെ വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വരുമ്പം വല്യച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്,
1 രൂപ ചിലവില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കറിയാലോ, കുഴിയാന നമ്മുടെ വീടിൻ്റെ ഇങ്ങനെ പരിസരത്തൂടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുഴി ഇങ്ങനെ കുത്തിയിട്ട് അതിൻ്റെ അകത്ത് ഒരു 4-5 കാലും ഇങ്ങനെ ചെറിയ 2 കൊമ്പും ഒക്കെ ആയിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആനയെ കണ്ടിട്ടില്ല, എൻ്റെ കൂട്ടുകാരൊക്കെ ആനയെ കണ്ടിട്ടുണ്ട്, ആനയെ കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടതാണ്. അപ്പം അമ്മച്ചി ഞങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരുന്ന മോളെ ഇതാ കുഴിയാന, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആന ഇതാന്ന് പറഞ്ഞ് ഈ കുഴിയാനെ കാണിച്ച് ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ട്. ഒരുപാട് കാലത്തോളം ഞങ്ങൾ നേരിട്ട് ആനയെ കാണുന്ന ആ ഒരു സമയം വരെ അമ്മച്ചി ഇതാ ആനയെന്ന് പറഞ്ഞ് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു കുഴിയാന അത് കഴിഞ്ഞാൽ ഇപ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്ന. കുറേ കാലങ്ങളേ ഉള്ളൂ ഈ കുഴിയാനയാണ് പിന്നെ രൂപപരിണാമം പ്രാപിച്ച് ചിത്രശലഭമായിട്ട് മാറുന്നത്. അതിൻ്റേതാണ് ഈ കുഴിയാന. പക്ഷേ എങ്കിൽ ഈ കുഴിയാനയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പണ്ടൊക്കെ ഒരു നിലങ്കാരി ചുമയൊക്കെ ഉണ്ട് ഞങ്ങളുടെയൊക്കെ ഏറ്റവും ചെറുപ്പത്തിലെന്ന് വെച്ചാൽ എൻ്റെ ആങ്ങളുടെയൊക്കെ, എൻ്റെ ചെറുപ്പത്തിൽ ഇല്ല കേട്ടോ. അപ്പോൾ ഈ നിലങ്കാരി ചുമയ്ക്ക് ഈ കുഴിയാനനെ പിടിച്ച് നമ്മുടെ ചുമന്നുള്ളി ഉപ്പും കൂടെ വെച്ച് പയ്യെ ഒന്ന് പൊട്ടിച്ച് എന്നൊരു ചതയ്ക്കും. നന്നായിട്ട് ചതച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഈ കുഴിയാനെ പിടിച്ചിങ്ങോട്ട് വെക്കും. കുഴിയാനയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവൻ കളയുമായിരിക്കും, അതെനിക്ക് അറിയില്ല കേട്ടോ, ഓർക്കുന്നില്ല. വെച്ചേച്ചും കഴിഞ്ഞിട്ട് ഈ സാധനം കഴിപ്പിച്ചു കഴിഞ്ഞാൽ എത്ര കൂടിയ ചുമയാണേലും ഈ ചുമ അങ്ങ് മാറും. പിടിച്ച് കെട്ടിയത് കണക്ക്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നിലങ്കാരി ചുമയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിലം ഇങ്ങനെ കുത്തി നിലത്ത് ചുമച്ചാൽ നമ്മുടെ തല ചെന്ന് നിലത്ത് മുട്ടും. അതാണ് ഈ നിലങ്കാരി ചുമ. ഇന്നത്തെ കാലത്ത് ആ ചുമയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം നോർമലിയിലുള്ള ചുമയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ആ ചുമയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു നാട്ടുവൈദ്യം പോലെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു മരുന്നായിരുന്നു ഈ കുഴിയാനേനെ പിടിക്കുക. നമ്മൾ പണ്ടത്തെ കൂട്ടി ചെറിയ കുപ്പി എടുക്കുക എന്ന് വെച്ചാൽ പണ്ട് മഷിക്കുപ്പിയൊക്കെ ഇല്ലേ, ഇന്നിപ്പോൾ അതിന് പ്ലാസ്റ്റിക് ബോട്ടിൽ. അതിൻ്റെ അകത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ, അതായത് കിഴക്ക് വശത്തെ മൂലയെന്ന് ആ കുപ്പിക്കകത്ത് 1/2 ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ കുപ്പിയാണെങ്കിൽ 1/2 ഭാഗം, ചെറിയ കുപ്പിയാണെങ്കിൽ 3/4 ഭാഗം മണ്ണ് നിറയ്ക്കാം. ഇതിൻ്റെ അകത്തോട്ട് 1 പോരാ 2 പോരാ 3 കുഴിയാനെ പിടിച്ച് നിറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടയ്ക്കണം. അടയ്ക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ ബോട്ടിലില്ലേ, ഇതിൻ്റെ അടപ്പിനൊരു ഹോൾ ഇടണം അത്യാവശ്യം. എന്ന് വെച്ചിട്ട് ഇത് നിങ്ങൾ വീട് പണി തുടങ്ങി നിങ്ങൾക്ക് തടസ്സമാണെങ്കിലും നിങ്ങളുടെ മെയിൻ ഹാളിൻ്റെ, അതായത് നിങ്ങൾ എവിടെയാണോ വിളക്ക് കത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗത്ത് ഭദ്രമായിട്ട് വെച്ചേക്കുക. ഇതാരും എടുക്കാനോ പിടിക്കാനോ തട്ടിയും കളയരുത്. ഇതങ്ങ് വെച്ചേച്ചിട്ട് ഇതിന് യാതൊരു വക കുഴപ്പവും സംഭവിക്കില്ല. ഒരു തുള ഇച്ചിരി വലിപ്പത്തിൽ ഇടണമെന്ന് പറയുന്ന ഇത് പിന്നെ രൂപപരിണാമം പ്രാപിച്ച് ചിത്രശലഭമാകുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇത് പറന്നു പോകുന്ന ഒരു സമയമുണ്ട്, അപ്പോൾ അത് പൊയ്ക്കോട്ടെ. അതല്ല എങ്കിൽ നിങ്ങൾ 21 ദിവസം കഴിഞ്ഞ് ഈ കിഴക്ക് വശത്തു നിന്നെടുത്ത മൂലയിലെടുത്ത മണ്ണില്ലേ, ഇത് അവിടെ തന്നെ കൊണ്ടുപോയി നിക്ഷേപിക്കുക. അതുപോലെ തന്നെ പുതിയ കാറായിക്കോട്ടെ ബൈക്കായിക്കോട്ടെ ഈ വണ്ടിക്കകത്തും ഇതേപോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കണം. അപ്പം നമുക്ക് വരാൻ എന്തെങ്കിലും ഒരു അപകടമായി വരുന്നെങ്കിലുണ്ടല്ലോ, ഓൾ ഇൻ ദ സ്പോട്ടിൽ ഇതിനേൽ അങ്ങ് തട്ടി അങ്ങ് മാറിക്കോളും. ഇപ്പോൾ എല്ലാ വീട്ടിലും നമുക്ക് കോഴിയും പട്ടിയും പൂച്ചയും മൃഗവും ഒന്നും ഉണ്ടായെന്ന് വരത്തില്ല. നമ്മൾ പറയല്ലേ കണ്ണിക്കൊള്ളാനുള്ളത് പുരുകത്തെ കൊണ്ടുപോയി, അല്ലെ വീട്ടിൽ വളർത്തുന്ന മൃഗത്തിന് അതിൻ്റേതായ കാര്യങ്ങളേറ്റവും. നമ്മുടെ വീട്ടിൽ കോഴി ഒരെണ്ണം ചാവുകയാണ്, നമ്മൾ അയ്യോ ആരെങ്കിലും ഒരാൾ മരിക്കാണ്ടിരുന്ന കേട്ടോ, ആ സ്ഥാനത്താണ് നമ്മുടെ കോഴി അങ്ങ് മരിച്ചു ചത്തുപോയെന്ന് നമ്മൾ പറയും. എന്ന് പറഞ്ഞോണക്ക് തന്നെ ചില പട്ടിയെ കൊണ്ടുവന്ന് കഴിഞ്ഞാലും നമുക്ക് കാലക്കേട് വരും. ഒരാളെയും കൊണ്ടേ ഉള്ളൂ. പക്ഷെ പൂച്ച കയറിയാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ മൃഗങ്ങളുടെ കാര്യത്തിലായാലും എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് കാര്യം ചെയ്യുക. എന്തെങ്കിലും ഒരു അപകടം വരുന്നത് മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ ഇത് ആ രീതിയിൽ അങ്ങ് പോട്ടെ. പിന്നെ മറ്റൊരു കാര്യം, രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരാളുടെ ജീവൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത്. അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. അത് ആ മരണത്തിൻ്റെ സമയത്ത് അതങ്ങ് പൊയ്ക്കോട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ടും ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ഒരു ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, കറുവത്തൈ വേണമെന്നും പറഞ്ഞ് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഇട്ടിരുന്നു. ആലപ്പുഴ ജില്ലയിലെല്ലാം എപ്പോഴും നിങ്ങൾക്കറിയാം മണലാണ്. ഈ മണലിൻ്റെ അകത്ത് ഞാനിത് പായ്ക്ക് ചെയ്ത് വിട്ടാൽ നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ 3-4 ദിവസം കൊണ്ട് എത്തുമ്പോൾ ഇത് ഉണങ്ങിപ്പോകും. അതുകൊണ്ട് കൊറിയർ ചാർജ് മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ചകിരിച്ചോറും ചാണകവും എല്ലാം കൂടെ മിക്സാക്കി ഒരു മിശ്രിതം മേടിച്ചിട്ട് വേണം അത് ബോട്ടിലാക്കി വേണം നിങ്ങൾക്ക് ഇത് അയച്ചു തരാൻ. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു പീസ്, അതായത് 10-30 രൂപ പലരും കൂടി ആകുമ്പോൾ നമ്മൾ ആ മുടക്കുന്ന പൈസ
വെച്ചാൽ തിരിച്ചു പോരും. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് സഹകരിക്കണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ആവശ്യപ്പെട്ടവർക്കൊക്കെ ഞാൻ അയച്ചു തരാം, തൈ ഉള്ളതുപോലെ. അപ്പോൾ അതിനോട് എല്ലാവരും ഒന്ന് സഹകരിക്കണം. പിന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ.